ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിനെ രക്ഷിച്ചത് നെയ്മർ ജൂനിയർ ആണ്. 2 മികച്ച ഗോളുകളായിരുന്നു നെയ്മർ നേടിയത്. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും നെയ്മറാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഗോളടിച്ചാൽ സാന്റോസ് അന്ന് പരാജയപ്പെടില്ല. നെയ്മറുടെ വില മനസ്സിലാക്കി തരുന്ന ഒരു കണക്കാണ് ഇത്. നെയ്മർ സാന്റോസിലേക്ക് മടങ്ങി വന്നതിന് ശേഷം 13 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഈ വർഷം 2 ഗോളുകൾ നേടി, കഴിഞ്ഞ വർഷം 11 ഗോളുകൾ നേടി. 9 മത്സരങ്ങളിൽ നിന്നാണ് 13 ഗോളുകൾ നെയ്മർ നേടിയിട്ടുള്ളത്. നെയ്മർ ഗോളടിച്ച ഈ 9 മത്സരങ്ങളിലും സാന്റോസ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൗതുകകരമായ ഒരു കണക്കാണ്. പെനാൽറ്റി ഗോളും ഓപ്പൺ പ്ലേ ഗോളും ഹെഡർ ഗോളും ഒളിമ്പിക് ഗോളും ഒക്കെ ഈ കാലയളവിൽ നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വന്തം മൈതാനത്ത് നെയ്മർ ഗോളടിച്ച 6 മത്സരങ്ങളിലാണ് സാന്റോസ് വിജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 3 മത്സരങ്ങൾ വേറെ മൈതാനങ്ങളിലായിരുന്നു. നെയ്മർ മടങ്ങിയെത്തിയതിനു ശേഷം 5 അസിസ്റ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ 4 അസിസ്റ്റുകളും ഈ സീസണിൽ 1 അസിസ്റ്റും നെയ്മർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നെയ്മറുടെ കണക്കുകൾ വരുന്നത്. അതായത് നെയ്മർ ഗോളടിച്ചാൽ സാന്റോസിന് വിജയിക്കാൻ കഴിയുന്നു, അല്ലാത്ത പക്ഷം വിജയിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. സമനിലകളും തോൽവികളും ഒക്കെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സീസണിൽ മോശം പ്രകടനമാണ് സാന്റോസ് നടത്തിയിട്ടുള്ളത്. ഒരു മത്സരത്തിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ നെയ്മർക്ക് വലിയ വിമർശനങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിമർശകരുടെ വാ അടപ്പിക്കാൻ നെയ്മർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.